Classification of audit. Classification of audit on the basis of structure of business, on the basis of degree of independence, on the basis of method or conduct of audit. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് അക്കോർഡിംഗ് ടു ദി സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓഡിറ്റിനെ സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്താൽ ഒന്ന് മാനേജ്മെന്റ് ഓഡിറ്റ്, രണ്ടാമത് കോസ്റ്റ് ഓഡിറ്റ്, 3 ക്യാഷ് ഓഡിറ്റ്, 4 സ്പെഷ്യൽ ഓഡിറ്റ്, 5 ഓപ്പറേഷൻ ഓഡിറ്റ്, 6 എഫിഷ്യൻസി ഓഡിറ്റ്, 7 ഡീറ്റെയിൽഡ് ഓഡിറ്റ്, 8 പ്രൊപ്പറേറ്ററി ഓഡിറ്റ്, 9 പെർഫോമൻസ് ഓഡിറ്റ്, 10 റെഗുലേറ്ററി ഓഡിറ്റ്. ഇതാണ് സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സിന്റെ ബേസിൽ എന്ത് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ എടുക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ഓഡിറ്റ്. എന്താണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്? മാനേജ്മെന്റ് ഓഡിറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ദി മാനേജ്മെന്റ് ഓഫ് എൻ എന്റർപ്രൈസ്. മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദി മാനേജ്മെന്റ് ഓഫ് എൻ എന്റർപ്രൈസ്. ഒരു എന്റർപ്രൈസിന്റെ പെർഫോമൻസിനെ സിസ്റ്റമാറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്യുന്ന എന്ത് വിളിക്കുന്നത്? മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. മാനേജ്മെന്റിന്റെ പ്രോസസ്സിനെയും ഫംഗ്ഷനെയും എന്ത് ചെയ്യും? ഓഡിറ്റിന് വിധേയമാക്കും. ഇത് മാനേജ്മെന്റ് ഓഡിറ്റ് റീസെന്റായി ഉയർന്നു വന്നൊരു ടേമാണ്. മാനേജ്മെന്റ് ഓഡിറ്റ് അതിന്റെ ടേം ഒറിജിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യയിൽ അതിന്റെ മാനേജ്മെന്റ് ഓഡിറ്റ് ഗെയിൻഡ് മൊമെന്റം അമംഗ് ദി കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഇൻ ദി റീസെന്റ് ഇയേഴ്സ്. ഇപ്പൊ അടുത്ത കാലത്ത് മാത്രമാണ് ഇത് എന്ത് ചെയ്തത്? ഇന്ത്യയിൽ ഇത് ഉപയോഗിച്ചു തുടങ്ങിയത്. Today, the world over, the economics is liberalizing. The state control of trade, commerce, industry, etc. is giving away to market forces. Modern business become so large, sophisticated. Modern business എന്ത് ചെയ്തു? കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയി, കോംപ്ലിക്കേറ്റഡ് ആയി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? മാനേജ്മെന്റ് എന്നുള്ളത് ഒരു പ്രൊഫഷണലിസം പ്രകടിപ്പിക്കേണ്ട ഒരു മേഖലയായി മാറി. അവിടെ അൺഹെൽത്തി സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ബിസിനസിനെ ബാധിക്കും. അധികം ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഇൻഎഫിഷ്യന്റ് ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ ടാഡി എക്സിക്യൂഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, ഇതൊക്കെ ആയിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല മിസ്റ്റേക്സും. ഈ മിസ്റ്റേക്സ് ഒക്കെ മറികടക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അതിൽ വഴി എക്സിക്യൂട്ടീവ്സിലേക്ക് എന്ത് ചെയ്യും? കൈമാറി വരുന്നതാണ് ഈ ഏത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പോളിസി, ഡിഫക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ആയിക്കോട്ടെ, അത് താഴെക്കിടയിൽ വരുന്നതോറും കൂടുതൽ എന്താണ് ചെയ്യുന്നത്? മോശമാവാണ് ചെയ്യുന്നത്. അങ്ങനെ അത്തരത്തിലൊരു മോശം ആയിട്ടുള്ള ഡിഫക്റ്റീവ് ഇൻ വർക്കിംഗ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഇറ്റ് ഈസ് എൻ കൈൻഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് വിച്ച് റിവീൽസ് ഡിഫക്റ്റ് ഇൻ വർക്കിംഗ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെന്റ് ടു ഒബ്റ്റെയിൻ ബെസ്റ്റ് റിസൾട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് ഓഫ് ദി കൺസേൺ. ഇനി ആ ഡിഫക്റ്റ് കണ്ടെത്തിയാൽ മാത്രം പോരാ, കണ്ടെത്തിയിട്ട് അതിന്റെ ഇംപ്രൂവ്മെന്റ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ് ഈ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Management audit is systematic evaluation of performance of the management of an enterprise. Audit is management process and function ആണ് ഓഡിറ്റ് ചെയ്യുന്നത്. Kind of internal audit which reveals defect and suggest improvement to obtain best results of the operations the concern. What is cost audit? എന്താണ് കോസ്റ്റ് ഓഡിറ്റ്? കോസ്റ്റ് ഓഡിറ്റ് മാനേജ്മെന്റ് ഓഡിറ്റ് പോലെ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഓഡിറ്റ് അല്ല.
ഇറ്റ് ഈസ് കമ്പൽസറി ഓഡിറ്റ് ആണ്. കമ്പൽസറി രണ്ട് വിധത്തിലാണ് കമ്പൽസറി ആവുന്നത്. കമ്പൽസറി ടു ദീസ് കമ്പനീസ് which are engaged in manufacturing, processing and mining activity. Mining activitiesലോ പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസിലോ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിലോ എൻഗേജ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് അണ്ടർ സെക്ഷൻ 209 ഓഫ് കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇതെന്താണ്, കമ്പൽസറി ആണ് കോസ്റ്റ് ഓഡിറ്റ്. കമ്പൽസറി അണ്ടർ സെക്ഷൻ 233B ഓഫ് ദി കമ്പനീസ് ആക്ട് അനുസരിച്ച് സർട്ടൻ കമ്പനീസിന് എന്താണ് ഈ ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ആണ്, കമ്പൽസറി ആണ്. It is conducted to find out whether expenditure involved has wisely incurred or not. ഇതെന്താണ് പരിശോധിക്കുന്നത് വെച്ചാൽ, it is conducted to find out whether expenditure involved has wisely incurred or not. Expenditure അതിന് വന്നിട്ടുള്ള expenditure incurred ആണോ അല്ലേന്ന്. കോസ്റ്റ് ഓഡിറ്റ് സാധാരണയായി ചെയ്യാറ് കോസ്റ്റ് അക്കൗണ്ടന്റുമാരാണ്. കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ആക്ട് 1959 അണ്ടറിൽ വരുന്ന കോസ്റ്റ് അക്കൗണ്ടന്റുമാരാണ് കോസ്റ്റ് ഓഡിറ്റ് നടത്താറ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് ഓഡിറ്റർക്ക്. കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേക ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. ഇത് മാനേജ്മെന്റ് ഓഡിറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, മാനേജ്മെന്റ് ഓഡിറ്റ് എന്നുള്ളത് ഓപ്ഷണൽ ആണ് എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഓഡിറ്റ് കമ്പൽസറി അല്ല, എന്നാൽ ഇത് കമ്പൽസറി ആണ്. അതുപോലെ ക്വാളിഫിക്കേഷന്റെ കേസിലും ഇതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം കോസ്റ്റ് ഓഡിറ്റിന്. പിന്നെ ഇതിന്റെ എയിം എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ടു മെഷർ ദി ഇന്റേണൽ എഫിഷ്യൻസി ഓഫ് ദി ഫേം. ഇന്റേണൽ എഫിഷ്യൻസി ഓഫ് ദി ഫേം മാത്രമാണ് കോസ്റ്റ് ഓഡിറ്റിലൂടെ പരിശോധിക്കുന്നത്. എന്നാൽ to develop and investigate the relationship with the outside world and internal efficiency of the business. അത് ഇന്റേണൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള വേൾഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അങ്ങനെയെന്നുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാനാണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ത് ചെയ്യുന്നത് ചെയ്യാറാണ്. അത് ഇന്റേണൽ എഫിഷ്യൻസിയും ഇന്റേണൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള അതിന്റെ ബന്ധവും കൂടി പരിശോധിക്കുന്നതാണ്. ഇൻവെസ്റ്റിഗേറ്റ് ദി റിലേഷൻഷിപ്പ് വിത്ത് ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് ഇന്റേണൽ എഫിഷ്യൻസി ഓഫ് ദി ബിസിനസ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ബിസിനസ്സിന്റെ അതിന്റെ പരിസ്ഥിതികളുടെ ചുറ്റുപാടുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന മാനേജ്മെന്റ് ഓഡിറ്റ്. എന്നാൽ കോസ്റ്റ് ഓഡിറ്റ് കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് മാത്രമാണ് പരിശോധിക്കുന്നത്. എന്നാൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് ഓഡിറ്റ് എന്ത് ചെയ്യുന്നത് പരിശോധിക്കുന്നത്. മാനേജ്മെന്റ് ഓഡിറ്റ് കോസ്റ്റ് ഓഡിറ്റ് മിക്കവാറും ഒരു വർഷത്തേക്കുള്ളതായിരിക്കും. എന്നാൽ കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ളത് ഒരു വർഷത്തേക്കുള്ളതായിരിക്കും. മാനേജ്മെന്റ് ഓഡിറ്റ് ചിലപ്പോൾ അത് വർഷങ്ങൾ നീണ്ടു നിൽക്കാം, മോർ ദാൻ 1 year ആവാം. മാനേജ്മെന്റ് ഓഡിറ്റിൽ തന്നെ എഫിഷ്യൻസി ഓഡിറ്റ്, പ്രൊപ്രൈറ്ററി ഓഡിറ്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ റിപ്പോർട്ട് സബ്മിഷന് ടൈം ലിമിറ്റ് പറയുന്നില്ല മാനേജ്മെന്റ് ഓഡിറ്റിന്റെ കേസിൽ. കോസ്റ്റ് ഓഡിറ്റിന്റെ കേസിൽ ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. Then next, cash audit. Cash audit is a type of audit under which only cash transactions are audited. Cash transaction മാത്രം ഓഡിറ്റ് ചെയ്യുന്ന ഒന്നാണ് cash audit. Cash transactions മാത്രം അവിടെ എന്ത് ചെയ്യുന്നു, പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. The receipts and payments of cash are verified with supporting documents, vouchers, receipts, counterfoils, correspondence documents, minutes book, contract agreements. ഇതൊക്കെ വെച്ചുകൊണ്ട്
എന്ത് ചെയ്യുന്നു, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാഷ് വെരിഫൈ ചെയ്യുന്നതാണ് ക്യാഷ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ഓഡിറ്റ് ചില ലിമിറ്റേഷൻ ഉണ്ട് അതിന്. ക്യാഷ് ഓഡിറ്റർ മെൻഷൻ ദിസ് ലിമിറ്റേഷൻ ഈസ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ആ ലിമിറ്റേഷൻ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് സ്പെഷ്യൽ ഓഡിറ്റ് ആണ്. സ്പെഷ്യൽ ഓഡിറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് കണ്ടക്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഫോർ സം സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സെൻട്രൽ ഗവൺമെന്റ് സം സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി നടത്തുന്ന ഓഡിറ്റാണ് സ്പെഷ്യൽ ഓഡിറ്റ്. നമ്മൾ പറഞ്ഞു എന്നതാണ്. ഒന്നാമത്തത് മാനേജ്മെന്റ് ഓഡിറ്റ്, രണ്ടാമത്തെ കോസ്റ്റ് ഓഡിറ്റ്, മൂന്നാമത്തത് ക്യാഷ് ഓഡിറ്റ്, നാലാമത്തത് സ്പെഷ്യൽ ഓഡിറ്റ്. A special audit is a type of audit conducted by central government for some special objectives. ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റാണ്. Under Section 233A of the Companies Act 1956, the central government is empowered to appoint a special auditor in the case of companies under certain circumstances. ചില കമ്പനികളിൽ ചില സർക്കംസ്റ്റാൻസസിൽ ഒരു സ്പെഷ്യൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റ് നൽകുന്നുണ്ട്. അത് അണ്ടർ സെക്ഷൻ 233A ഓഫ് ദി കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് അധികാരം ഗവൺമെന്റ് ലഭിക്കുന്നത്. അത് ഏതൊക്കെ ഘട്ടത്തിൽ എന്നുള്ളതാണ്. ഒന്ന്, മാനേജ്മെന്റ് ഓഫ് കമ്പനി ഈസ് നോട്ട് പ്രോപ്പർ ഫോം എ മേ കോസ് സീരിയസ് ഡാമേജ് ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് ഷെയർ ഹോൾഡർ ഓഫ് ദി കമ്പനി. മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി എന്തല്ല ഒരു പ്രോപ്പർ ഫോം അല്ല എങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള ഡാമേജ് കമ്പനിക്ക് വരുത്തുന്നുണ്ടെങ്കിൽ അത്തരം ഘട്ടത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ ഓഡിറ്ററെ നിയോഗിക്കാം. രണ്ട്, വെൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി കോൺസ്റ്റന്റ്ലി ഡിറ്റീരിയോറേറ്റിംഗ്. ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി എന്താണ്, സ്ഥിരമായി ഡിറ്റീരിയോറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു ഓഡിറ്റർ, സ്പെഷ്യൽ ഓഡിറ്റർ എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം. പിന്നെ വെൻ ദി കമ്പനി ഈസ് നോട്ട് ബീങ് മാനേജ്ഡ് അക്കോർഡിംഗ് ടു സൗണ്ട് ബിസിനസ് പ്രിൻസിപ്പിൾസ്. അക്കോർഡിംഗ് ടു സൗണ്ട് ബിസിനസ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചുള്ള കമ്പനി എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യപ്പെടുന്നത് എങ്കിലും എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാം. സ്പെഷ്യൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാവുന്ന സിറ്റുവേഷൻസ്, ഒന്ന്, മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി ഈസ് നോട്ട് പ്രോപ്പർ ഫോം. പിന്നെ മറ്റൊന്ന്, ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി കോൺസ്റ്റന്റ്ലി ഡിറ്റീരിയോറേറ്റിംഗ്. Then when the company is not being managed according to sound business principles. ഇത്തരം ഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യും. ആ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആള് സ്പെഷ്യൽ ഓഡിറ്റർ എന്നാണ് വിളിക്കുക. ആ സ്പെഷ്യൽ ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആ റെമ്യൂണറേഷനും സ്പെഷ്യൽ ഓഡിറ്ററും ഡിസൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. പെയ്ഡ് ബൈ ദി കമ്പനിയാണ് അതിന്റെ പേയ്മെന്റ് പേ ചെയ്യേണ്ടത്. Then operation audit. Operation audit is new contribution of internal audit. Internal auditന്റെ ഒരു പുതിയ കോൺട്രിബ്യൂഷൻ ആണ് ഓപ്പറേഷൻ ഓഡിറ്റ് എന്നുള്ളത്. ഇറ്റ് ഈസ് സെയിം ആസ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് പോലെ തന്നെയാണ് ഇത്. ജനറലി അപ്ലൈഡ് ഇൻ ലാർജ് ബിസിനസ് ഫേം. സാധാരണയായിട്ട് വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലാണ് ഇത് അപ്ലൈ ചെയ്യാറ്. In this audit, auditor examine both financial records and non-financial records. ഇതിൽ ഫിനാൻഷ്യൽ റെക്കോർഡ്സും നോൺ ഫിനാൻഷ്യൽ റെക്കോർഡ്സും എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നുണ്ട്. അതിനായി യൂഷ്വലി കണ്ടക്റ്റഡ് ബൈ എൻ എക്സ്റ്റേണൽ ഓഡിറ്റർ. എക്സ്റ്റേണൽ ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് കൺസൾട്ടിങ് സർവീസിന്റെ സഹായത്താലാണ് ഈ ഓഡിറ്റ് എന്ത് ചെയ്യുന്നത്, നടത്താറ്. ഇതൊരു പെർഫോമൻസ് ബൈ ഇന്റേണൽ ഓഡിറ്ററും ചിലപ്പോൾ നടത്താറുണ്ട്. ചില ഘട്ടത്തിൽ ഇന്റേണൽ ഓഡിറ്ററും നടത്താറുണ്ട്. അതായത് ബിസിനസിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ ആൻഡ് പ്ലാന്റിന്റെ ഫുള്ളർ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടും പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഓപ്പറേഷൻ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, efficiency audit.
ഇതാണ് എഫിഷ്യൻസി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഇൻക്രീസിങ് എഫിഷ്യൻസി ഓഫ് ദി ഫേം. ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് this type of audit conducted for the purpose of increasing efficiency of the firm. ഒരു സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റ് ആണ് എഫിഷ്യൻസി ഓഡിറ്റ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ഈസ് ഓൾസോ എയിംഡ് അറ്റ് റീപ്പിംഗ് മാക്സിമം പ്രോഫിറ്റ് ഫ്രം എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ. എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിലൂടെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റ് ആണിത്. This efficiency audit is aided to management. എഫിഷ്യൻസി ഓഡിറ്റ് സഹായിക്കുന്ന മാനേജ്മെന്റിനെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന ഓഡിറ്റിംഗ് ആണ്. The next propriety audit. Propriety audit എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ഡീറ്റെയിൽഡ് ഓഡിറ്റ് ഉണ്ട് എൻ്റെ ഇടയിൽ. ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്ന് പറയുന്നത് referred as കണ്ടിന്യൂസ് ഓഡിറ്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റണ്ണിങ് ഓഡിറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓഡിറ്റ്. ഈ ഓഡിറ്റിൽ ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നതിന് ഡീറ്റെയിൽ ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട് വിത്ത് റെഗുലർ ഇൻട്രവൽസ്. ബുക്സ് ഓഫ് അക്കൗണ്ട് മൊത്തമായിട്ട് റെഗുലർ ഇൻട്രവൽസിൽ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു. ദിസ് മേ ബി ഡൺ ത്രൂ ടെസ്റ്റ് ചെക്കിംഗ്. ഇത് ചെയ്യുന്നത് സാധാരണയായി ടെസ്റ്റ് ചെക്കിംഗ് ഉപയോഗിച്ചാണ്. എന്താണ് ഡീറ്റെയിൽഡ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ? ഡീറ്റെയിൽഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ഓഡിറ്റ് ഈസ് റെഫേർഡ് ആസ് കണ്ടിന്യൂസ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് റണ്ണിങ് ഓഡിറ്റ്, കംപ്ലീറ്റ് ഓഡിറ്റ്. Under this type audit, auditor checks in detail all books of account with regular intervals. ഈ ടൈപ്പ് ഓഡിറ്റിൽ ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നു ഡീറ്റെയിൽ ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട് വിത്ത് റെഗുലർ ഇൻ്റർവൽസ്. ദിസ് മേ ബി ഡൺ ത്രൂ ടെസ്റ്റ് ചെക്കിംഗ്. ഇത് സാധാരണ ചെയ്യുന്നത് ടെസ്റ്റ് ചെക്കിംഗ് ഉപയോഗിച്ചാണ്. നെക്സ്റ്റ് propriety audit. Propriety audit is part of management audit. മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. Under this type of audit needs security of contract, analysis of project estimate, manpower requirement, their proper utilization, pricing policy, selling policy, and evaluation of performance with target. ഈ ഓഡിറ്റിൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രൊജക്ട് എസ്റ്റിമേറ്റ് അനലൈസ് ചെയ്യുന്നത്, മാൻ പവർ റിക്വയർമെന്റ്, യൂട്ടിലൈസേഷൻ, പ്രൈസിംഗ് പോളിസി, സെല്ലിംഗ് പോളിസി, ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് വിത്ത് ടാർഗറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു? പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നു. ഇതൊക്കെയാണ് പ്രൊപ്രൈറ്റി ഓഡിറ്റ് വഴി ചെയ്യുന്നത്. എയിം ഓഫ് ദി ഓഡിറ്റ് എന്താണ്? ഈ ഓഡിറ്റിന്റെ എയിം എന്താണ്? ഗ്യാരണ്ടി ദി വാലിഡിറ്റി ആൻഡ് പ്രൊപ്രൈറ്റി ഓഫ് ഓൾ മേജർ ട്രാൻസാക്ഷൻസ് ആൻഡ് കോൺട്രാക്ട്. എല്ലാ കോൺട്രാക്റ്റിന്റെയും എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്രൈറ്റി എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്, ഗ്യാരണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓഡിറ്റിന്റെ ഉദ്ദേശം. നെക്സ്റ്റ് പെർഫോമൻസ് ഓഡിറ്റ്. എന്താണ് പെർഫോമൻസ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർഫോമൻസ് ഓഡിറ്റും പാർട്ട് ഓഫ് മാനേജ്മെന്റ് ഓഡിറ്റ്, മാനേജ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ്, മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. അണ്ടർ ദിസ് ഓഡിറ്റ് ഓഡിറ്റർ ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ഓഫ് കൺസേൺ വിത്ത് പ്രീ ഡിറ്റർമിൻ ടാർഗറ്റ്. പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള ടാർഗറ്റ് അനുസരിച്ച് ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു, പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഓഡിറ്റിൽ ഓഡിറ്റർ ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ഓഫ് ദി കൺസേൺ വിത്ത് പ്രീ ഡിറ്റർമിൻഡ് ടാർഗറ്റ്. ഒരു പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ടാർഗറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധപ്പെടുത്തിയിട്ട് ഇവാലുവേറ്റ് ചെയ്യാണ് ഓഡിറ്റർ ചെയ്യുന്നത്. ടു സീ വെദർ ദി ഫേം ഈസ് yielding ദ റിസൾട്ട് വിച്ച് ആർ എക്സ്പെക്റ്റഡ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? വെദർ ദി ഫേം yielding ദ റിസൾട്ട് വിച്ച് ആർ എക്സ്പെക്റ്റഡ്. എക്സ്പെക്ട് റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ടോ, yield ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റാണ് എന്ത്? പെർഫോമൻസ് ഓഡിറ്റ്. നെക്സ്റ്റ് റെഗുലേറ്ററി ഓഡിറ്റ്. റെഗുലേറ്ററി ഓഡിറ്റ് കണ്ടക്ടഡ് ബൈ പ്രൈവറ്റ് ബിസിനസ് ഫേംസ്. പ്രൈവറ്റ് ബിസിനസ് ഫേംസ് ആണ് സാധാരണയായിട്ട് റെഗുലേറ്ററി ഓഡിറ്റ് നടത്താറ്. The main object of this audit is to see whether every transaction is approved and sanctioned by competent authority. ഓരോ ട്രാൻസാക്ഷനും കോമ്പീറ്റന്റ് അതോറിറ്റി എന്ത് ചെയ്തിട്ടുണ്ടോ? അപ്രൂവ് ചെയ്തിട്ടുണ്ടോ, സാങ്ഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കാനാണ് ഈ റെഗുലേറ്ററി ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസാക്ഷൻസ് ആർ മെയ്ഡ് ആസ് പെർ ലോ. ട്രാൻസാക്ഷൻസ് മെയ്ഡ് ചെയ്തിട്ടുള്ളത് ആസ് പെർ ലോ ആണോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്
റെഗുലേറ്ററി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് ഒന്നാമത്തത് മാനേജ്മെന്റ് ഓഡിറ്റ്, 2 കോസ്റ്റ് ഓഡിറ്റ്, 3 ക്യാഷ് ഓഡിറ്റ്, 4 സ്പെഷ്യൽ ഓഡിറ്റ്, 5 ഓപ്പറേഷൻ ഓഡിറ്റ്, 6 എഫിഷ്യൻസി ഓഡിറ്റ്, 7 ഡീറ്റെയിൽഡ് ഓഡിറ്റ്, 8 പ്രൊപ്രൈറ്ററി ഓഡിറ്റ്, 9 പെർഫോമൻസ് ഓഡിറ്റ്, 10 റെഗുലേറ്ററി ഓഡിറ്റ്. മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഓഫ് ദി എന്റർപ്രൈസസ് എന്ത് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. തന്നെ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 209 ഓഫ് കമ്പനീസ് ആക്ടും 233 ഓഫ് ദി കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള ഓഡിറ്റ് ആണ്. 209 ആണെങ്കിൽ അത് മാനുഫാക്ചറിങ്, പ്രോസസ്സിങ്, മൈനിങ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിട്ടുള്ള കമ്പനീസിന്, 233B പ്രകാരമുള്ള ചില കമ്പനികൾക്കും ആണ് ഈ ഓഡിറ്റ്. ഇതിൽ ഓഡിറ്റ് പരിശോധിക്കുന്നത് വെദർ എക്സ്പെൻഡിച്ചർ ഇൻവോൾവ്ഡ് ഹാസ് വൈസ്ലി ഇൻകേർഡ് ഓർ നോട്ട് എന്നുള്ളതാണ്. ക്യാഷ് ഓഡിറ്റ് ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യുന്നതാണ്. അത് ഡോക്യുമെന്റ്സ് ആയിട്ട് വൗച്ചേഴ്സ്, റെസീറ്റ്സ്, കൗണ്ടർ ഫോയിൽ, കറസ്പോണ്ടിങ് ഡോക്യുമെന്റ്സ്, മിനിറ്റ്സ് ബുക്ക്, കോൺട്രാക്ട് അഗ്രിമെന്റ്, ഇതൊക്കെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് പരിശോധിക്കുന്ന സമയത്ത് വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ്. അണ്ടർ സെക്ഷൻ 233A ആണ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. സ്പെഷ്യൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്ന കേസസ് പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ഒരു പ്രോപ്പർ ഫോമിലല്ല, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് ഡിറ്റീറിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കമ്പനി തന്നെ മാനേജ് ചെയ്യുന്നത് സൗണ്ട് ബിസിനസ് പ്രിൻസിപ്പിൾസിനെ അഗേൻസ്റ്റ് ആണെങ്കിൽ. തന്നെ ഓപ്പറേഷൻ ഓഡിറ്റ് ഇന്റേണൽ ഓഡിറ്റ് ആണ്, അത് ലാർജ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബോത്ത് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണിത്. ദെൻ നെക്സ്റ്റ് എഫിഷ്യൻസി ഓഡിറ്റ് conducted for the purpose of increasing efficiency of the firm. ഫേമിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്നതാണ്. ദെൻ ഡീറ്റെയിൽഡ് ഓഡിറ്റ്, ഡീറ്റെയിൽഡ് ഓഡിറ്റ് റെഫേഴ്സ് കണ്ടിന്യൂസ് ഓഡിറ്റ്. അത് ഓഡിറ്റ് ചെക്ക് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട് റെഗുലർ ഇൻ്റർവൽസ്, ടെസ്റ്റ് ടേക്കിംഗ് ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. പ്രൊപ്പറേറ്ററി ഓഡിറ്റ് എന്നുള്ളത് അണ്ടർ ദിസ് ഓഡിറ്റ് needs security of contract, analysis of project estimate, manpower requirements, their utilization, pricing policy, selling policy, evaluation of performance with target. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രൊപ്പറേറ്ററി ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെയിൻ എം ഓഫ് ഓഡിറ്റ് ഈസ് ടു ഗ്യാരണ്ടി വാലിഡിറ്റി ഓർ പ്രൊപ്പറേറ്ററി ഓഫ് മേജർ ട്രാൻസാക്ഷൻസ് ആൻഡ് കോൺട്രാക്ട്. പെർഫോമൻസ് ഓഡിറ്റ് ഈസ് പാർട്ട് ഓഫ് മാനേജ്മെന്റ് ഓഡിറ്റ് ആണ്. ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ഓഫ് ദി കൺസെപ്റ്റ് വിത്ത് പ്രീ ഡിറ്റർമിൻഡ് ടാർഗറ്റ്. റെഗുലേറ്ററി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ഓഡിറ്റ് ട്രാൻസാക്ഷൻ ആർ മെയ്ഡ് ആസ് പെർ ലോ ആണോ, ട്രാൻസാക്ഷൻ ആസ് പെർ ലോ ആണോ, ഓരോ ട്രാൻസാക്ഷനും അപ്രൂവ് ചെയ്തിട്ടുണ്ട്, സാങ്ഷൻ ചെയ്തിട്ടുണ്ട് കോമ്പറ്റന്റ് അതോറിറ്റി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റാണ് റെഗുലേറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ classification according to the special objectives of audit in the base classification.